ഹലോ ഓൾ, വെൽക്കം ടു യെറ്റ് അനദർ വ്ളോഗ് ഓഫ് മൈൻ. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് ഒരു ക്വയറ്റ് കോൺഫിഡൻസ് ആണ്. ഇറ്റ് ഈസ് ഹൗ വി തിങ്ക്, what we choose to learn, grow, and how we love ourselves. In this video, I'll be talking about becoming her, the independent woman. നമുക്കൊരിക്കലും ഓവർനൈറ്റ് കൊണ്ടൊരു ഇൻഡിപെൻഡൻറ്റ് വുമൺ ആവാൻ പറ്റില്ല. ഇറ്റ് ടേക്സ് ഇയേഴ്സ് ഓഫ് എഫേർട്സ്. ഇൻ ഫാക്ട് ഇറ്റ് ബിഗിൻസ് ഫ്രം ദ മൊമെൻറ്റ് യുവർ കോൺഷ്യസ്നെസ് ബിഗിൻസ്. ഓൾസോ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നമ്മൾ ജനിച്ചു വളരുന്ന സാഹചര്യം മാറ്റേഴ്സ് എ ലോട്ട്. ഞാൻ വളർന്ന സാഹചര്യത്തിൽ എനിക്ക് ജസ്റ്റ് എൻ്റെ പ്ലാൻസ് ഷെയർ ചെയ്യേണ്ട ആവശ്യമേ വന്നിട്ടുള്ളൂ. ഐ നെവർ ഹാഡ് ടു ടേക്ക് എനി അപ്രൂവൽ ഫ്രം മൈ പേരൻസ്. ഈ ഒരു ഫ്രീഡം ചെറുപ്പം മുതലേ എന്നെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരുവിധ എല്ലാ ഡിസിഷൻ എടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡിസിഷൻ മേക്കിംഗ് ഹാസ് ബീൻ വെരി ക്വിക്ക് ആൻഡ് ഈസി ഫോർ മീ ഈവൻ വെൻ ഐ വാസ് യങ്. ഓഫ് കോഴ്സ് ഐ കൺസിഡർ ടേക്കിംഗ് സജഷൻ ഫ്രം അതേഴ്സ്, ബട്ട് ഫൈനൽ ഡിസിഷൻസ് എപ്പോഴും എൻ്റെ തന്നെയായിരിക്കും. മിക്കവാറും പല സ്ത്രീകളും ഈ ഒരു ഡിസിഷൻ മേക്കിംഗ് പാർട്ടിൽ തന്നെ വെച്ച് സ്റ്റക്കാവും. ബിക്കോസ് അവർക്ക് സ്വന്തമായിട്ടൊരു ഡിസിഷൻ എടുക്കാൻ അറിയില്ല എന്നുള്ളതൊരു തെറ്റല്ല, പക്ഷേ അതിനുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ഡിസിഷന് വേണ്ടി ബാക്കിയുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല. നിങ്ങളെക്കാളും നന്നായി അറിയുന്ന ഒരു വ്യക്തി ഈ ലോകത്തുണ്ടാവില്ല. സോ യു ക്യാൻ മേക്ക് യുവർ ഓൺ ഡിസിഷൻ ബെറ്റർ ദാൻ എനിവൺ എൽസ് ക്യാൻ ഡു ഫോർ യു. ഫൈനാൻഷ്യൽ ഫ്രീഡം ഈസ് ഇമോഷണൽ ഫ്രീഡം. നമ്മൾ ഫൈനാൻഷ്യലി ഫ്രീ ആകുമ്പോൾ നമുക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. നമുക്ക് നമ്മുടെ ലൈഫ് ഓൺ കൺട്രോളിൽ ലീഡ് ചെയ്യാൻ പറ്റും. ഈ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്നത് ഒരു പവർഫുൾ ടൂളാണ്. നമ്മളുടെ ലിമിറ്റേഷൻസും ബൗണ്ടറീസും റെസ്ട്രിക്ഷൻസും ഒക്കെ മറികടക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്ന്. ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി. ഇറ്റ്സ് അബൌട്ട് ഫ്രീഡം, സെക്യൂരിറ്റി ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി living life on your own terms. നമ്മൾ മരിക്കുന്നവരെ നമ്മൾ ഡെയിലി പുതിയ പുതിയ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? നമ്മളിൽ പലരുടെയും പ്രശ്നം നമ്മൾ സ്കൂളും കോളേജൊക്കെ കഴിഞ്ഞാൽ ലേണിങ്സ് അവിടെ അവസാനിപ്പിക്കും. ആസ് എ ഹ്യൂമൻ ബീങ് നമ്മളെപ്പോഴും ക്യൂരിയസ് ആയിരിക്കണം, പുതിയ അറിവുകൾ നേടാനും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഒക്കെ. ഈ ഫാസ്റ്റ് മൂവിങ് വേൾഡിൽ അപ്ഡേറ്റഡ് ആയിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് ദ ഫൺ ഫാക്ട്, ഇപ്പോൾ ഇൻ്റർനെറ്റിൽ എല്ലാം തന്നെ അവൈലബിൾ ആണ്. ഒരുവിധം എല്ലാ കാര്യങ്ങളും തന്നെ ഫ്രീ ആയിട്ട് അവൈലബിൾ ആകുമ്പോൾ എന്തിനാണ് അത് വേസ്റ്റ് ചെയ്യുന്നത്? സോ ലേൺ സംതിങ് ന്യൂ എവറി ഡേ, ബിക്കോസ് നോളജ് ഈസ് പവർ. സെൽഫ് ലവ് ഇസ് ദ ബെസ്റ്റ് ലവ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് നമ്മളെ ഇഷ്ടമില്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർക്ക് നമ്മളെ എങ്ങനെ ഇഷ്ടപ്പെടാൻ പറ്റും? സെൽഫ് ലവ് എന്ന് പറയുന്നത് ഒരു സെൽഫിഷ് കാര്യമല്ല. ഇറ്റ് ഈസ് ടേക്കിംഗ് കെയർ ഓഫ് യുവർ സെൽഫ്, ബീയിങ് കൈൻഡ് ടു യുവർ സെൽഫ്, പ്രയോറിറ്റൈസിങ് യുവർ സെൽഫ്. ഒരു കുറ്റബോധവും ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം, ഹാപ്പി ആയിരിക്കുക. ബിക്കോസ് നിങ്ങൾ ഹാപ്പി ആയാൽ നിങ്ങളുടെ ചുറ്റുമുള്ളവരും ഹാപ്പി ആയിരിക്കും. പൊതുവേ ഒരു കോമൺ ആയിട്ടുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരൊക്കെ ഭയങ്കര ഏകാന്തതയിലും എലോണുമായിട്ടിരിക്കുന്ന ആൾക്കാരാണെന്ന്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ ഈസ് മച്ച് അവെയർ ഓഫ് വാട്ട് ടു കീപ്പ് ആൻഡ് വാട്ട് നോട്ട് ടു കീപ്പ്. ദേ നോ ഹൂം ടു ഫിൽറ്റർ ആൻഡ് ഹൂം നോട്ട് ടു ഫിൽറ്റർ, ബി ഇറ്റ് തിങ്സ് ഓർ പീപ്പിൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരാളുടെ ബിഹേവിയറോ സംസാരമോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കം ഔട്ട് ഓഫ് ദറ്റ് കോൺവെർസേഷൻ പൊളൈറ്റ്ലി. നമ്മൾ പെണ്ണുങ്ങളോട് എപ്പോഴും പറയുന്നതാണ്, ബി നൈസ് ടു എവ്രിബഡി. ട്രസ്റ്റ് മീ, ഇറ്റ് ഈസ് നോട്ട് റിക്വയർഡ്. യു ഹാവ് ടു ബി റൂഡ് വെൻ യു ഹാവ് ടു ബി. End of the day, we all deserve to be surrounded by people who love and support us unconditionally. This is what becoming her looks like: independent, intentional, and unstoppable.